രണ്ട് ഉരുളക്കിഴങ്ങ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം. വലിയ 2 ഉരുളക്കിഴങ്ങാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇനി അതോടൊപ്പം ഒരു വലിയ ക്യാരറ്റ് ചെറുതായി കൊത്തി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു വലിയ സവാളയും ഒരു 2 കഷ്ണം പച്ചമുളകും കൂടെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് വേവിച്ച് നന്നായി ഉടച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതോടൊപ്പം നമുക്ക് വാട്ടർ കണ്ടൻറ്റ് ഇല്ലാത്ത ഏതൊരു വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാബേജോ കോളിഫ്ലവർ ചെറുതായി അരിഞ്ഞതോ അങ്ങനെയുള്ള എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഒരു ചെറിയ ബീൻസും കൂടി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറികളായിട്ട് ഇത്രയാണ് എടുത്തിരിക്കുന്നത്: ഉരുളക്കിഴങ്ങും ക്യാരറ്റ്, സവാള, പച്ചമുളക്, ബീൻസ്. ഇതിനോടൊപ്പം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ഒരു കിഴങ്ങിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാലയോ ചിക്കൻ മസാലയോ അതല്ലെങ്കിൽ ഇനി ബിരിയാണി മസാല ചേർത്താലും നല്ലൊരു ടേസ്റ്റ് ഇതിന് കിട്ടും. ഇനി അതോടൊപ്പം കുറച്ച് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ചെറിയ ജീരകം കുറച്ച് ചേർക്കുന്നുണ്ട്, നല്ല ജീരകം. ഇനി ഇതെല്ലാം നമുക്ക് കൈവച്ച് തന്നെ നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിട്ട് ആ വെജിറ്റബിൾസ് എല്ലാം ആ കിഴങ്ങിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ നമുക്ക് ആ മസാലയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിൽ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട, ആ കിഴങ്ങിൽ തന്നെ ഇട്ടാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഈ ഒരു ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു പരന്ന ഷേപ്പിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുത്ത് കുറച്ച് മുട്ട ഞാനിവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 2 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കിഴങ്ങിൻ്റെ ആ കൂട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്ത് ആ ഒരു മുട്ടയിലേക്ക് ഒന്ന് മുക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ച് റസ്ക് പൊടിയാണ്, അതല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചതായാലും മതി. അതിലേക്ക് ഇട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ആ ബ്രെഡിൻ്റെ ആ പൊടി അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പറ്റി വരാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതെല്ലാം നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാം. ഓരോന്നും ഓരോ ഉരുളകളായിട്ട് എല്ലാം ഉരുട്ടി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്താലും മതി. അങ്ങനെ ഇതെല്ലാം ഞാനിപ്പോൾ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഈ ഒരു എണ്ണയിലേക്ക്, എണ്ണ ഒത്തിരി വേണ്ട, നമ്മൾ ഇതിനകത്ത് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉരുട്ടിയെടുത്ത ആ ഒരു കിഴങ്ങിൻ്റെ കൂട്ടെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. സോസിൻ്റെ കൂടെയോ മറ്റു ചട്നിയുടെ കൂടെ എന്ത് വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റ്.